എല്ലാ തലത്തിലും വലിയ മാറ്റത്തിന് വഴിയൊരുക്കുന്ന ഒരു തീരുമാനമാണ് ഇത്. മുമ്പ് തന്നെ 3 ടേം എന്ന ഒരു തീരുമാനം കാരണം താഴെത്തട്ടിൽ പോലും ഏരിയ കമ്മിറ്റി ആയാലും ജില്ലാ കമ്മിറ്റി ആയാലും സംസ്ഥാന കമ്മിറ്റിയിലുമൊക്കെ ചെറുപ്പക്കാർ നിരവധി ആൾക്കാർ വന്നിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യും. ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി വർഗീയ ഫാസിസ്റ്റുകളുടെ ഈ BJP RSS കൂട്ടുകെട്ടിൻ്റെ ഭരണഘടനയ്ക്കെതിരെയും ജനാധിപത്യത്തിനെതിരെയും ഉള്ള ഒരു അറ്റാക്കാണ്. അതിനെതിരെ വലിയ സമരങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ അധ്വാനിക്കുന്നവരുടെയും കർഷകരുടെയും തൊഴിലാളികളുടെയും സമരങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മൾക്ക് സാധിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുവരെ നടന്ന സമരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിരവധി ആൾക്കാരാണ് പാർട്ടിയുടെ അടുത്തോട്ട് വന്നിരിക്കുന്നത്. അവരെ പാർട്ടിയിൽ അണിനിർത്തിക്കൊണ്ട് പാർട്ടി കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഈ സമരം നമ്മൾ മുന്നോട്ട് കിസാൻ സഭയുടെ മേൽവിലാസമായിട്ടും അതിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് ഈ സമ്മേളനത്തിലും എടുത്ത തീരുമാനം. തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങൾ മെയ് 20-ാം തീയതി പണിമുടക്കുന്ന തീരുമാനം എടുത്തിട്ടുണ്ട്. അതേ ദിവസം കർഷക സംഘടനകളും കർഷക തൊഴിലാളി യൂണിയനുകളും ഗ്രാമീൺ ഭാരത് ഹർത്താൽ എന്ന തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതായിരിക്കും നമ്മുടെ ഈ സമ്മേളനത്തിന് കഴിഞ്ഞ ഉടനെ ഉള്ള ഒരു വലിയ സമര പരിപാടി. പിന്നീട് സംയുക്ത കിസാൻ മോർച്ചയും ജോയിന്റ് പ്ലാറ്റ്ഫോം ഓഫ് സെൻട്രൽ ട്രേഡ് യൂണിയൻസും വലിയ സമരങ്ങൾക്ക് ഒരു ബദൽ രാഷ്ട്രീയത്തിന് വേണ്ടിയും ബദൽ നയങ്ങൾക്ക് വേണ്ടിയുള്ള സമരം, ജനപക്ഷത്ത് നിന്നുകൊണ്ട് ബദൽ നയങ്ങൾ നടപ്പിലാക്കുന്ന ഒരു സർക്കാരിന് വേണ്ടിയും നമ്മൾ ആവശ്യമാണ്. തനി മലയാളി അല്ലെങ്കിൽ കൂടി അല്ല, തീർച്ചയായിട്ടും ഞാൻ ജനിച്ചത് കണ്ണൂർ കരിവള്ളൂരാണ്. കരിവള്ളൂരിൻ്റെയും കയ്യൂരിൻ്റെയും പുന്നപ്ര വയലാറും നിരവധി സമരങ്ങൾ ചെറുപ്പത്തിലേ കേട്ടു വളർന്നവരാണ്. പക്ഷേ സ്കൂൾ വിദ്യാഭ്യാസം മറ്റും ബാംഗ്ലൂരിലാണ്. പിന്നീട് ഡൽഹിയിലായിരുന്നു. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഡൽഹിയിലാണ്. 96-ലാണ് SFIയിലോട്ട് ഞാൻ വരുന്നത്. അവിടെ സ്റ്റുഡൻറ് യൂണിയൻ വൈസ് പ്രസിഡന്റും പ്രസിഡന്റുമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഡൽഹി SFI പ്രസിഡന്റായിട്ടുണ്ടായിരുന്നു. കുറച്ചു കാലം സെൻറ് ജോസഫ് കോളേജിലെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് PG പൊളിറ്റിക്കൽ സയൻസിലെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുണ്ടായിരുന്നു. 2009 മുതൽ ഒരു ഫുൾ ടൈം കർഷക സംഘത്തിൻ്റെ കേന്ദ്രത്തിൽ പ്രവർത്തിച്ചിരുന്നതാണ്. നിരവധി അനുഭവങ്ങൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും യാത്ര ചെയ്യുന്നതാണ്. സമരത്തിൻ്റെ ആവശ്യത്തിനായാലും മറ്റ് സംഘടനാ ആവശ്യങ്ങൾക്കും. പുതിയ